കൂലി സ്റ്റാറിംഗ് സൂപ്പർ സ്റ്റാർ രജനികാന്ത്, ദ കിങ് നാഗാർജുന അഖിനേനി, റിയൽ സ്റ്റാർ ഉപേന്ദ്ര, സൗബിൻ ഷാഹിർ, മിസ്റ്റർ പെർഫെക്ഷനിസ്റ്റ് അമീർ ഖാൻ, ശ്രുതി ഹാസൻ, സത്യരാജ്. അങ്ങനൊരു വൻ താരനിരയുള്ള വളരെയധികം ഹൈപ്പുള്ള ലോകേഷ് കനകരാജ് മൂവി അങ്ങനെ കണ്ടു. ആൻഡ് ഞാൻ ആദ്യം തന്നെ കുറച്ച് കാര്യങ്ങൾ പറയാം. പെർഫോമൻസസ്, മ്യൂസിക്, അതുപോലെ മേക്കിങ്ങിൽ എനിക്ക് കുറച്ച് പോരായ്മകളുണ്ട്. ഫോർ എക്സാമ്പിൾ കുറച്ച് വിഷ്വൽ എഫക്ട് ഷോട്ട്സ് ഉണ്ട്. അയ്യോ, ഒരു ഫേസ് റിപ്ലേസ്മെന്റ് പരിപാടി ഉണ്ട്. എൻ്റെ പൊന്നോ, കണ്ടാൽ പറയേ ഇല്ല രജനികാന്തിന്റെ ഫേസ് എടുത്ത് ഒട്ടിച്ച് വെച്ചിരിക്കുകയാണെന്ന്. അതുപോലെ ലിപ്സിങ്ങിന്റെ കുറച്ച് തകരാറുകൾ, അങ്ങനത്തെ കുറച്ച് കല്ലുകടികൾ മാറ്റി നിർത്തി കഴിഞ്ഞാൽ മേക്കിംഗ് വൈസ് ടെക്നിക്കലി ദിസ് മൂവി ഈസ് ബ്രില്യൻറ്റ് ആസ് യൂഷ്വൽ. മ്യൂസിക് അതിനൊരിത് പറയേണ്ട ആവശ്യമില്ല. അതിൻ്റെ അടുത്ത് എത്ര ശോകൻ സിനിമയാണെങ്കിലും അണ്ണൻ അങ്ങോട്ട് പണി വെക്കും. അതുപോലെ പെർഫോമൻസസ് ഓബിയസ്ലി നമുക്ക് എല്ലാവർക്കും അറിയാം, ഇവരൊക്കെ വലിയ നടന്മാരാണ്, നടന്മാരാണ്. അവരൊക്കെ നന്നായിട്ട് തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. ഇനി ഈ പടത്തിന്റെ ഫസ്റ്റ് ഹാഫ് ഞാൻ ജെനുവിനെ പറയട്ടെ, എനിക്ക് കുഴപ്പമില്ലാന്ന് തോന്നി. അഥവാ കഥ മെല്ലെ സെറ്റപ്പ് ചെയ്ത് ഒരു നല്ലൊരു നൈസ് ഇന്റർവെൽ പഞ്ചിൽ കൊണ്ടുപോയിട്ട് അവർ അവസാനിപ്പിച്ചു. അഥവാ സെക്കൻഡ് ഹാഫിൽ എന്താ നടക്കുക എന്നുള്ള ഒരു പ്രതീക്ഷ എൻ്റെ ഒരു മനസ്സിൽ കൊണ്ടുവന്നു. പക്ഷെ ആ സെക്കൻഡ് ഹാഫിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഞാനിത് ലോകേഷ് പടം തന്നെയാണോ കാണുന്നത് എന്ന് വരെ എനിക്ക് ചില സമയങ്ങളിൽ തോന്നിപ്പോയി. അഥവാ 2-3 സീനുകൾ മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ റെസ്റ്റ് ഓഫ് ദ സെക്കൻഡ് ഹാഫ് ആവറേജ് അല്ലെങ്കിൽ ചില സമയങ്ങളിൽ ബിലോ ആവറേജ് ആയിട്ട് വരെ എനിക്ക് തോന്നി. ആ ലെവലിൽ താഴ്ന്നു പോയി സെക്കൻഡ് ഹാഫ് എന്ന് എനിക്ക് ഫീൽ ചെയ്തു. അഥവാ എന്ത് പറ്റി ലോകേഷ്? അഥവാ നിങ്ങൾക്ക് ലിയോ ചെയ്തപ്പോൾ ക്രിയേറ്റീവ് ഫ്രീഡം കിട്ടിയില്ല, സമയം കിട്ടിയില്ല, അതുകൊണ്ടാണ് ഫ്ലാഷ് ബാക്ക് പോർഷൻ അങ്ങനെയെന്ന് പറഞ്ഞത്. കൂലിക്ക് നമുക്ക് എല്ലാവർക്കും അറിയാം, അദ്ദേഹത്തിന് ഈ ലോകത്തിലെ എല്ലാ സമയവും ഫ്രീഡവും എല്ലാം കിട്ടി. ആൻഡ് ഇതാണ് നിങ്ങൾ ചെയ്തു വെച്ചിരിക്കുന്നത്. ഇതിലും 30 മടങ്ങ് ഭേദമായിട്ട് എനിക്ക് ലിയോ ഫീൽ ചെയ്തിട്ടോ. ഞാൻ വളരെ ഓണസ്റ്റ് പറയാം. ആദ്യം തന്നെ നമുക്ക് നാഗാർജുനനെ പറ്റി സംസാരിച്ചു തുടങ്ങാം. നാഗാർജുന എന്താ സ്റ്റൈൽ, എന്താ ലുക്ക്, പക്ഷെ സമ്മതിച്ചു ക്യാരക്ടർ ഒരു അവിഞ്ഞ വില്ലൻ റോൾ. അഥവാ ഒരൊറ്റ സീനിനെ മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ റെസ്റ്റ് ഓഫ് ദ മൂവി നാഗാർജുനന്റെ ക്യാരക്ടർ അതുപോലെ ലിയോയിത്തെ സഞ്ജയ് ദത്തിന്റെ അർജുന്റെ ക്യാരക്ടർ തമ്മിൽ ഒരു വ്യത്യാസമില്ല. അഥവാ ഈസിലി ലോകേഷ് ക്രിയേറ്റ് ചെയ്ത വില്ലന്മാരിൽ നിന്ന് ഏറ്റവും താഴത്തെ സ്ഥാനത്ത് നിൽക്കുന്ന വില്ലന്മാർ നന്നായിരിക്കും നാഗാർജുനന്റെ ആ ഒരു ക്യാരക്ടർ. ആൻഡ് അത് പറയുന്നതിൽ എനിക്ക് നല്ല സങ്കടമുണ്ട്. കാരണം നാഗാർജുനയുടെ പെർഫോമൻസ് അല്ല അവിടെ പ്രശ്നം, ആ ക്യാരക്ടറാണ്. അതുപോലെ സൗബിൻ ഷാഹിർ തുടക്കത്തിലൊക്കെ ഞാൻ എന്തോ ഒരു വലിയ സാധനമായിരിക്കും എന്നുള്ള പ്രതീക്ഷ എനിക്ക് തന്നിട്ട് ഒരു പോയിന്റ് കഴിഞ്ഞപ്പോൾ ഇത് ഒരുമാതിരി അഗൈൻ ഒരു കോമഡി പീസ് പോലെ. അഥവാ ചിരിക്കുന്നു ചില സീനൊക്കെ സൗബിന്റെ കണ്ടിട്ട്. അതൊക്കെ കാണുമ്പോൾ എനിക്ക് സങ്കടം തോന്നി. കാരണം തുടക്കത്തിൽ ആൾക്കാർ ശരിക്കും സൗബിന്റെ ക്യാരക്ടറിനെ കണ്ടിട്ട് അങ്ങോട്ട് ചാർജ് ആയിരിക്കുന്നു, ഞാനും. പിന്നെ ഒരു പോയിന്റ് കഴിഞ്ഞപ്പോൾ ഒരുമാതിരി അവിഞ്ഞ ക്യാരക്ടറെ അതും. പിന്നെ ഉപേന്ദ്ര, ഈ സിനിമയിൽ ഉപേന്ദ്ര ഉണ്ടെന്ന് നിങ്ങൾ എന്തിനാ അനൗൺസ് ചെയ്തത്? അഥവാ അമീർ ഖാനെക്കാട്ടിലും ഒരു എക്സ്ട്രാ 5 മിനിറ്റ് ഈ സിനിമയിൽ ഉപേന്ദ്ര ഉണ്ടാവും. ഞാൻ ജോക്ക് പോലും അല്ല പറയണത്, 5 മിനിറ്റ്. അപ്പൊ ബേസിക്കലി ഒരു ക്യാമിയോ റോളാണ്. അപ്പൊ പിന്നെ നിങ്ങൾ എന്തിനാ എങ്ങനെ അനൗൺസ് ചെയ്തതെന്ന് എനിക്കറിയില്ല. പിന്നെ അമീർ ഖാൻ എന്റെ പൊന്നോ, നിങ്ങൾ അമീർ ഖാൻ എത്ര പൈസ കൊടുത്തതെന്ന് എനിക്ക് അറിയണം. എങ്ങനെയാണ് നിങ്ങൾ അമീർ ഖാനെ കൊണ്ട് യെസ് പറയിപ്പിച്ചത്? ഇമാതിരി കോമഡി പീസ് ക്യാമിയോ റോൾ ചെയ്യിപ്പിക്കാൻ വേണ്ടി. കുറേണൊക്കെ റോളക്സ് ടൈപ്പ് റോളാണെന്നൊക്കെ പറയണ കേട്ടിട്ടുണ്ടായിരുന്നു ഈ സിനിമ റിലീസ് ആവുന്നതിന് മുന്നേ. നിങ്ങളൊക്കെ എന്തായാലും ഈ സിനിമ പോയി കണ്ടിട്ട് അനുഭവിക്കണം. അമ്മാതിരി ഞാനൊന്നും പറയണില്ല. ആൻഡ് ഇതിൽ ഏറ്റവും വലിയ കോമഡി ഞാൻ പറയാം. കുറെ പേര് സിനിമ ഇറങ്ങുന്നതിന് മുന്നേ ഈ പടത്തിൽ ശ്രുതി ഹാസൻ ഉണ്ട്, അയ്യോ ശ്രുതി ഹാസൻ ഈ പടത്തിനെ കൊളാക്കുന്നു പറഞ്ഞു. ഞാൻ ജോക്ക് പോലെയല്ല പറയണേ, ഇവരുടെ ക്യാരക്ടേഴ്സിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് ഭേദപ്പെട്ട ക്യാരക്ടറായി തോന്നിയത് ശ്രുതി ഹാസന്റെ ക്യാരക്ടറാണ്. സെയിം തിങ് വിത്ത് സത്യരാജ്. ഇവർ രണ്ടുപേരുടെ പെർഫോമൻസും കുഴപ്പമുണ്ടായിരുന്നില്ല, ക്യാരക്ടേഴ്സും ആക്ച്വലി കുഴപ്പമുണ്ടായിരുന്നില്ല. പിന്നെ രജനികാന്തിന്റെ കാര്യം ഞാൻ പറയണ്ടല്ലോ, ആ മനുഷ്യന്റെ സ്വാഗ്, സ്റ്റൈല്, സ്ക്രീൻ പ്രസൻസ്, പടം എത്ര ഷോക്കാണെങ്കിലും ആളെപ്പോഴും മാസ് തന്നെയായിരിക്കും. എഗൈൻ ഞാൻ ഒരു വട്ടം കൂടി റിമൈൻഡ് ചെയ്യണം, ഞാൻ ഈ ആക്ടേഴ്സിന്റെ പെർഫോമൻസിന്റെ കാര്യമല്ല പറയണത്, എല്ലാവരും നല്ല പെർഫോമൻസ് ആയിരുന്നു. പക്ഷെ ഞാൻ ക്യാരക്ടേഴ്സിന്റെ കാര്യം പറയണത്, അതിന്റെ ഫുൾ ബ്ലെയിമും എനിക്ക് സാഡ്ലി ലോകേഷിന് എന്നെ കൊടുത്തേ പറ്റുള്ളൂ. ബിക്കോസ് ഹി ഈസ് ദ റൈറ്റർ ഓഫ് ദ മൂവി ആസ് വെൽ. ഞാൻ ഒരു ലോകത്തിൽ പോലും വിചാരിച്ചില്ല ലോകേഷ് ഇത്രയും വലിയ നടന്മാർക്ക് ഇമാതിരി റോളുകൾ കൊടുക്കുന്നത്. ഇറ്റ്സ് വെരി ഡിസപ്പോയിന്റിങ് ടു സീ. അതുപോലെ മറ്റുള്ള സിനിമയിൽ വർക്കായ കുറച്ച് പരിപാടികൾ അതേപോലെ എടുത്തിട്ട് ഈ സിനിമയിൽ ലോകേഷ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ ജയിലർത്തെ ഒരു സീന് അതേപോലെ എടുത്തു വെച്ചിട്ടുണ്ട് ഈ പടത്തിൽ. ഓക്കെ, പക്ഷെ ജയിലറിൽ ആ സീൻ ഉണ്ടാക്കിയ ഇമ്പാക്റ്റിന്റെ 1% പോലും ഇവിടെ ആ സീൻ ഉണ്ടാക്കിയില്ല എന്നുള്ളത് തന്നെയാണ് സത്യാവസ്ഥ. അതുപോലെ എൻ്റെ പൊന്ന്, ഒരു ട്വിസ്റ്റും ഒരു ക്യാരക്ടർ ട്രാൻസ്ഫോർമേഷൻ ഈ പടത്തിലുണ്ട്. അത് എഗൈൻ ലോകേഷ് ചെയ്ത അതേ ഒരു സാധനത്തിന്റെ ഒരു വേണമെങ്കിൽ ഒരു റെക്രിയേഷൻ എന്ന് പറയാം. പക്ഷെ
ക്രിഞ്ചടിക്കണോ ചിരിക്കണോ കരയണോ എന്നറിയാത്തൊരു സ്ഥിതിയിൽ ഓഡിയൻസിനെ വിട്ട പോലെ ഉണ്ടായിരുന്നു ആ ഒരു സീൻ കണ്ടു കഴിഞ്ഞപ്പോൾ. അതുപോലെ എനിക്ക് കുറച്ച് ആൾക്കാരുടെ അടുത്ത് കുറച്ച് കാര്യം പറയാനുണ്ട്. ഒന്നാമത്തെ കാര്യം, ജയിലർ സിനിമ രജനികാന്തും അനിരുദ്ധും കാരണം മാത്രമാണ് നല്ല സിനിമയായത് എന്ന് പറയുന്ന കുറച്ച് പേരുണ്ട്. അവരൊക്കെ ഈ സിനിമ എന്തായാലും പോയി കാണണം, അനുഭവിക്കണം. അതുപോലെ തഗ് ലൈഫ് കണ്ടിട്ട് കുറേ പേര് വന്നിട്ട് മണിരത്നത്തിൻ്റെ അടുത്ത് ലോകേഷ് കനകരാജിൻ്റെ അടുത്ത് പോയി ഡയറക്ഷനും റൈറ്റിങ്ങിനെ പറ്റി കുറച്ച് പഠിക്കാനൊക്കെ പറഞ്ഞ കുറച്ച് ആൾക്കാരുണ്ട്. അവരും ഈ സിനിമ കണ്ട് തന്നെ അനുഭവിക്കണം. നിങ്ങളൊക്കെ ഇതിൽ തിയേറ്റർ മസ്റ്റ് വാച്ചാണ്, നിങ്ങൾക്കൊക്കെ ഇത് തിയേറ്റർ മസ്റ്റ് വാച്ചാണ്. ഇതൊക്കെ പറയാൻ നിൽക്കുമ്പോൾ ഇതെന്തോ ഭയങ്കര ഷോക്കും സിനിമയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നുന്നുണ്ടാവും. എനിക്ക് അങ്ങനെ ഒന്നും തോന്നിയില്ല. പേഴ്സണലി ഇറ്റ്സ് എ വൺ ടൈം വാച്ച്. ബിക്കോസ് അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ ലോകേഷ് ആയതുകൊണ്ട് തന്നെ ചില ആസ്പെക്ട്സിൽ ഒരു മിനിമം ക്വാളിറ്റി ആൾ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇതിൽ ജെനുവൻലി ഗ്രേറ്റ് ആയിട്ടുള്ള കുറച്ച് സീൻസ് ഉണ്ട്. അഥവാ തിയേറ്ററിൽ നല്ല ഓളം സൃഷ്ടിച്ച് നല്ല എക്സ്പീരിയൻസ് എന്ന കുറച്ച് സീൻസ് ഉണ്ട്. ആ സീനുകൾ കാണാൻ വേണ്ടി നിങ്ങൾ ഈ പടം ഒരു നല്ലൊരു എനർജറ്റിക് ക്രൗഡുള്ള ഒരു തിയേറ്ററിൽ പോയി കാണാൻ ഞാൻ പറയാൻ തയ്യാറാണ്. ബട്ട് അഗൈൻ, ഡു നോട്ട് എക്സ്പെക്ട് എനിത്തിങ് ബിഗ്. അഥവാ ഒന്നും പ്രതീക്ഷിച്ചു പോകണ്ട. ഇത് ഈസിലി ലോകേഷിന്റെ വീക്കസ്റ്റ് വർക്കാണ്. സോ വളരെ മിതമായിട്ടുള്ള പ്രതീക്ഷയോടെ ഡെഫിനറ്റ്ലി ഒരു ക്രൗഡ് തിയേറ്ററിൽ കാണാൻ പറ്റും കാണാം. ബിക്കോസ് നിങ്ങളിത് കാണാൻ പോവുകയാണെങ്കിൽ നിങ്ങൾ ഈ തിയേറ്ററിൽ തന്നെ കണ്ടോ. ബിക്കോസ് ഇത് OTT-യിലൊക്കെ കണ്ടാൽ വളരെ ശോകമായിരിക്കും, അത് ഞാൻ ഇപ്പം തന്നെ പറയാം. ബട്ട് യാ, ദാറ്റ്സ് മൈ ഒപ്പീനിയൻ ഓൺ കൂലി. നിങ്ങൾ സിനിമ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻ കമന്റ് സെക്ഷൻ ഡ്രോപ്പ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ബെൽ അമർത്താൻ മറക്കരുത്. ആൻഡ് ഐ വിൽ സീ യു ഗൈസ് ഇൻ നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ.